നമുക്ക് എല്ലായിടത്തും ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഫിറ്റ്നസ് സെന്ററിൽ വന്നാലും ട്രെയിനേഴ്സ് ഉണ്ട്. പിന്നെന്താ വ്യത്യാസം എന്താണ്? ഇവിടെ 40ഓളം സ്റ്റാഫുകളുള്ള ഒരു ഫിറ്റ്നസ് സെൻ്ററാണിത്. ഫിറ്റ്നസ് സെൻ്റർ നടത്താൻ ശരിക്കും ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു മിനിമം 8 പേര് 10 പേര് 12 പേര് മതി മാക്സിമം. ഇത് 12,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലയിലുള്ള ഫിറ്റ്നസ് സെൻ്ററാണ്. പക്ഷേ ഇത്രയും സ്റ്റാഫിൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് വരുന്ന ഓരോ ഒരാളും അവിടെ അനാഥരാകാൻ പാടില്ല. അതായത് ആളുകൾ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. അതിന് PT എടുക്കണം നിർബന്ധമില്ല. പക്ഷേ PT എടുക്കുന്നത് പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്നത് എനിക്ക് 6 മാസം കൊണ്ട് എനിക്ക് ഇങ്ങനെ ചേഞ്ച് വരണം, എനിക്കൊരു ട്രെയിനർ തനിയെ വേണം, എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഒരു ഇഞ്ചുറി ഉണ്ട്, അപ്പോൾ എനിക്കൊരാൾ വേണം എന്ന ആവശ്യമുള്ളവർക്കാണ് നമ്മൾ ഈ പേഴ്സണൽ ട്രെയിനർ കൊടുക്കുന്നത്. ഞാൻ പേഴ്സണൽ ട്രെയിനിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. കാരണം നിങ്ങൾ വരുന്നത് എൻ്റെ അടുത്തൊരു സർവീസ് ആവശ്യപ്പെട്ടാണ് വരുന്നത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ എനിക്ക് പണം തരികയാണ് അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് തരണം. എനിക്ക് മറ്റ് ഫിറ്റ്നസ് സെൻറ്റർ, കാരണം അവർക്ക് സാധിക്കില്ല, അവർക്ക് ബിസിനസ്സാക്കി എടുക്കാനേ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു 50ാമത്തെ വയസ്സിലാണ് ഞാനുള്ളത്. എനിക്കിതെൻ്റെ ഒരു അഡ്രസ്സ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയിൽ പുതിയൊരു കാഴ്ചപ്പാടാണ്, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള. ജനങ്ങൾക്ക് മുഴുവനും ആരോഗ്യമാണ് ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്നുള്ളത് ആണ് എൻ്റെ ലക്ഷ്യം. ഇവിടുത്തെ ഡയറ്റീഷ്യൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ഹരിത അല്ലേ? ഹരിതയുടെ അഭിപ്രായത്തിൽ എന്താണ് നമ്മുടെയൊക്കെ ഒരു ഫുഡ് സ്റ്റൈൽ? ഇപ്പോൾ ഒരു പപ്സ് കഴിക്കുകയാണ്, ഒരു പപ്സ് രാവിലെ കഴിച്ചാൽ മതിയോ? ഇല്ല, കാരണം പപ്സ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്തൊക്കെ നമ്മൾ ലൈക്ക് ജങ്ക് ഫുഡ്സ് ഓവറായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇപ്പം കണ്ടുവരുന്ന ദിവസമാണ് ഹൃദയാഘാതം മൂലം മരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ റിപ്പോർട്ട്സിൽ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്നവർ നമ്മുടെ കേരളത്തിലാണ്. 50% നോക്കിയിട്ടുണ്ട്, അതിൽ പകുതിയും 50 വയസ്സിന് താഴത്തോട്ടുള്ളവരാണ് ഇപ്പം ഹൃദയാഘാതം വന്ന് മരിക്കുന്നവർ. ജങ്ക് ഫുഡ്സ് ഓവറായിട്ട് കഴിക്കുമ്പോൾ സംഭവിക്കുന്ന നമ്മുടെ ബോഡിയിൽ ട്രാൻസ് ഫാറ്റ് കൂടിയിട്ട് കൊളസ്ട്രോൾ, അതുപോലെ തന്നെ BP ഒക്കെ കൂടിയിട്ട് ഡയബറ്റിക് ഒക്കെ വരാനുള്ള ചാൻസ് ഇപ്പം കൂടുതലാണ്. അതിപ്പം കൂടാനുള്ള മെയിൻ റീസൺ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാത്തതും, അതുപോലെ ഫുഡിൻ്റെ ഹാബിറ്റ്, നല്ല രീതിയിൽ വാരി വലിച്ച് ഫുഡ് കഴിക്കുക, ഓവർ വെയിറ്റ്, പിന്നെ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മളൊക്കെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ തൂമ്പെടുത്ത് കളിക്കാനൊന്നും പോകുന്നില്ല, ഇരുന്നുള്ള വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് പോയിട്ട് അതിൻ്റെ ഇരട്ടി കാലറിയിൽ ഫുഡ് കഴിക്കുന്നു. അപ്പം വർക്കൗട്ട് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഉറക്കം കറക്റ്റ് ആവുന്നില്ല. സത്യം പറഞ്ഞാൽ വർക്കൗട്ട് ഇപ്പം ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെന്നിട്ട് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കാം, അതില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല. ഇത് ശരിക്കും ആൽക്കലൈൻ വാട്ടർ ആണ്. ഇത് പതഞ്ഞിരിക്കുന്നത് ഇത് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്. അത് ആൽക്കലൈൻ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഒരു ഗ്ലാസ്സിൽ നമ്മുടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന സോഡ ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന ലിക്വിഡ് ഒഴിച്ച് നോക്കാം, കളർ എന്താണെന്ന് നോക്കാം. കളർ ഒരു റെഡിഷ് വന്നു. സോ ഇത് അസിഡിക്കാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരവും അസിഡിക് ആവും. ഈ അസിഡിക് ആവുന്നതുകൊണ്ടാണ് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരുന്നത്. ഇത് ഗ്രീൻ ബ്ലൂ ആ ഷെയ്ഡിലേക്ക് വരുമ്പോൾ ഇത് ആൽക്കലൈൻ പ്രോപ്പർട്ടി കാണിക്കുന്നതുകൊണ്ടാണ് ഈ ഷെയ്ഡ് വരുന്നത്. ഇത് നമുക്ക് നോർമൽ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മെഡിക്കേഷൻ പർപ്പസിനുള്ള വെള്ളമായിട്ട് ഇതിന് ഫിൽറ്റർ ചെയ്ത് കിട്ടും. നമുക്ക് ബ്യൂട്ടി കെയർ മീൻസ് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റ് കൂടുതലായിരിക്കും ആൽക്കലൈൻ വെള്ളം വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റും എല്ലാ ബ്യൂട്ടി കെയർ പരിപാടികളും ഈ ആൽക്കലൈൻ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എറണാകുളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം അവർക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകാനുണ്ടെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് വർക്കൗട്ട് മുടങ്ങരുത്, പക്ഷേ വൃത്തിയായി പോവുകയും വേണം. അപ്പോൾ ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷായി സ്റ്റീം ബാത്തൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ബ്യൂട്ടി പാർലറിൽ കയറി അവർക്ക് അവരുടേതായിട്ടുള്ള മേക്കപ്പ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് പോകാനുള്ള സൗകര്യമുണ്ട്, ഉണ്ടാവും. അതിനും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇത് വലിയൊരു ജിമ്മാണ്. ഇത് കാണുമ്പോൾ നമ്മൾ സാധാരണ ജിമ്മിനെ പോലെ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ ഒരു ജിമ്മല്ല, വലിയ ഫെസിലിറ്റീസ് കൊടുത്തു തന്നെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇതൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതിന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന പരിപാടികളുമായിട്ട്, അതായത് സെറ്റിൽമെൻറ്റ് ഇല്ലെങ്കിൽ ആളുകളെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ ഇതുവരെയും, എനിക്ക് തോന്നുന്നു ഞാനൊരു 10-17 വർഷമായി ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങൾ തീർക്കുന്ന ഒരു കാര്യങ്ങളിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ അടുത്തൊന്നും ₹1 വാങ്ങുകയോ ഒരു ചായ വാങ്ങി കുടിക്കുന്ന പരിപാടി ചെയ്തിട്ടില്ല ഇത്. ഞാൻ പറഞ്ഞില്ല, മനുഷ്യനാണ്, സഹജീവികളുടെ കരുണ ഉണ്ടാകണം. അവൻ്റെ വിഷമം എൻ്റെയും വിഷമമാണ്. അതായത് വയനാട് മാത്രമല്ല പ്രളയം വരിക, മുല്ലപ്പെരിയാറും ചിലപ്പോൾ സംഭവിക്കാം. അപ്പോഴും നമ്മുടെ മുറ്റത്ത് മാത്രം വെള്ളം വരുമ്പോഴേ എനിക്ക് വിഷയമുള്ളൂ എന്ന് വിചാരിക്കരുത്. അതായത് അവൻ്റെ വീട്ടിലെ മൂക്ക് ക്യാൻസറാണ്, ഇല്ലെങ്കിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചു, അവളെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ അല്ലല്ലോ, എനിക്കല്ലല്ലോ ക്യാൻസർ, എനിക്കല്ലല്ലോ വിഷയം അല്ലേ? അപ്പോൾ അങ്ങനെയല്ല വരേണ്ടത്. ഈ മക്കളൊക്കെ പഠിക്കേണ്ടത് ഇതാണ്. ഇപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് ഈ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഈ ചിന്തയില്ല, സെൽഫിഷാണ് ഭയങ്കരമായിട്ടും. അവരുടെ കാര്യം മാത്രം നോക്കി ഒരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുകളും ഈ ലോകത്തോടില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്.
അപ്പോൾ അത് മാറ്റണം ശരിക്കും. കേരളത്തിൽ മലയാളികൾക്ക് എന്താ പ്രത്യേകത? മലയാളി നേഴ്സുമാരെ മാത്രം എന്താ വിദേശികൾക്ക് കൂടുതൽ ഇഷ്ടം എന്താ? അവർക്കാണ് അപ്പനെ അമ്മയെ സ്നേഹിക്കുക, ഈ അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളവർക്കാണ്. ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർ മക്കളെ ഈ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഓൾ ഓവർ ചേഞ്ചാണ്. അവൻ്റെ ബോഡി ചേഞ്ച് ആവുന്നത് മാത്രമല്ല, മാനസികമായിട്ടുള്ള വളർച്ചയും എല്ലാം ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ലൈഫ് ചേഞ്ചിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന എക്സ്പേർട്സ് ഉണ്ടോ നമുക്കിവിടെ? തീർച്ചയായിട്ടും. ഇവിടെ ഞാൻ 700ഓളം ആളുകളിൽ നിന്നും ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് ഞാൻ ഈ 40 സ്റ്റാഫിനെ ഇവിടെ എടുത്തിരിക്കുന്നത്. ആളുകളെല്ലാം ആളുകളോട് പുഞ്ചിരിക്കാൻ കഴിയണം, നന്നായി പെരുമാറാൻ കഴിയണം, അവരെ സ്വീകരിക്കാൻ കഴിയണം, അവരെ കെയർ ചെയ്യാൻ കഴിയണം. ഇവിടെ വരുന്നത് 10 വയസ്സ് മുതൽ 70-80 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂത്തിനേക്കാളും കൂടുതൽ ഫാമിലീസാണ് ഇവിടെ. അപ്പൻ അമ്മ മക്കൾ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. രാവിലെ 5 മണി മുതൽ രാത്രി 1 മണി വരെയുള്ള സമയം കണ്ടിന്യൂ ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. സത്യത്തിൽ പലരും വരുമ്പോഴത്തേക്കും നമ്മളടുത്ത് പേഴ്സണലി സംസാരിക്കാനൊക്കെ ശ്രമിക്കും. ഇങ്ങനെ ഒരു ചെവി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് തീർച്ചയായിട്ടും ആ ചെവി ഞാനത് ഒരു 2-3 ഇൻ്റർവ്യൂ വന്നതിന് ശേഷം എനിക്കൊരു ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നോട് ചോദിക്കും, എന്തിനാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്തിനും നമ്മുടെ ചുമലിൽ ചുമക്കുന്നു? അപ്പോൾ എത്ര തവണ ഞാൻ വിട്ടുപോകാൻ നോക്കിയാലും എനിക്കത് സാധിക്കില്ല, എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്കൊരാൾ എൻ്റെ മുമ്പിൽ വന്ന് വിഷമത്തോടെ, ആ വിഷമിപ്പിക്കുന്നവനോട് ഇത് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. ഒരാളെ വിഷമിപ്പിക്കാൻ പാടില്ല ഒരാൾ. അതുപോലെ ഈ പണമിടപാട് സംബന്ധിച്ചിട്ട് നിങ്ങൾക്കൊരാൾ പണം തരാനുള്ള ഒരാളെ നിരന്തരം പീഡിപ്പിക്കരുത്. പണം വാങ്ങിയിട്ട് ഞാനൊരു കൃഷി ചെയ്തു, ഇല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി, ഞാൻ പൊട്ടിപ്പോയി, ഞാൻ പൊളിഞ്ഞു, ഞാൻ ചതിക്കപ്പെട്ടു. നിങ്ങൾ എന്നെ നിരന്തരം മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്നതുകൊണ്ട് എന്താണ് കിട്ടുന്ന ഗുണം? ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഇയാൾ ആത്മഹത്യ ചെയ്യും, ഇയാൾ ആ ജീവിതം അവസാനിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പണം കിട്ടുമോ? പക്ഷെ ഞാൻ പറയുന്നത്, ആ പണം തരാനുള്ളവനെ അയാളെ പേടിപ്പിക്കാതെ, ഭയപ്പെടുത്താതെ, അയാളുടെ കൂടെ നിന്നുകൊണ്ട് എന്താ സുഹൃത്തെ വേണ്ടേ, എന്താ നമുക്ക് ചെയ്യണ്ടേ, നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയണം. അതല്ലാതെ മറ്റുള്ള ആളുകളോട് അയാളെക്കുറിച്ച് മോശം പറയരുത്. സ്ഥിരമായിട്ട് കാണുന്നൊരു പരിപാടിയാണ്, അവനെ ശ്രദ്ധിക്കണം, അവൻ ഉടായിപ്പാണ് എന്ന് പറയുന്ന സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ഈ മേഖലയൊക്കെ കടന്നു പോകുന്ന ആളാണ്. നമ്മൾ ബിസിനസ് നടത്തി വലിയൊരു ഉയരത്തിൽ നിന്നും താഴെ വീണു അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോടൊപ്പം നിന്നിട്ടുള്ളൂ. ഒരാളും എന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ചോദിക്കുകയോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ നിരന്തരം ഇടപെടുന്ന വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ആളുകൾ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയുള്ള ആളുകളാണ് വരുന്നതിൻ്റെ അടുത്ത്. അപ്പോൾ അവരെ ഞാൻ വിളിച്ച് സമാധാനിപ്പിച്ചിട്ട്, ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, വാഴ കൃഷി ചെയ്യാൻ വേണ്ടി 10,000 രൂപ മേടിച്ചു, വാഴ നശിച്ചു പോയി. ഇയാൾ നിരന്തരം ഈ കർഷകനെ പീഡിപ്പിക്കുന്നു, ഇയാൾ കുടുംബത്തോട് ആത്മഹത്യ ശ്രമിക്കുന്നു. ഞാൻ 26 ദിവസം കണ്ണൂർ ജയിലിൽ കിടന്ന ഒരാളാണ്. ജയിലിൽ കിടക്കാൻ്റെ സാഹചര്യമാണ് എൻ്റെ മക്കളെ നിയമം പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്.